ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമ ഇൻഡസ്ട്രിയാണ് ബോളിവുഡ്. കോവിഡിന് ശേഷം ബോളിവുഡ് വളരെ തകർച്ചയിലായിരുന്നു. ഈ സമയം തന്നെ സൗത്ത് ഇന്ത്യ മൂവീസ് അതിൻ്റെ നേട്ടങ്ങളുമായി മുന്നോട്ട് വരികയായിരുന്നു. പാൻ ഇന്ത്യൻ സിനിമകൾ ഹിന്ദിയിലോട്ടും റിലീസ് കഴിഞ്ഞ വർഷം മുന്നേറുകയായിരുന്നു. KGF, ബാഹുബലി, പുഷ്പ 2, ലിയോ, ജയിലർ പോലുള്ള ചിത്രങ്ങൾ വൻ വിജയങ്ങളായിരുന്നു ബോളിവുഡിൽ ചെന്ന് നേടിയത്. എന്നാൽ ബോളിവുഡിനെ തിരിച്ചു കൊണ്ടുവരാൻ തുടക്കം കുറിച്ചതും വലിയൊരു പങ്കും ഷാറൂഖ് ഖാൻ ചിത്രങ്ങൾക്കായിരുന്നു. കിങ് ഖാൻ്റെ 2 ചിത്രങ്ങളാണ് ഓരോന്നും 1000 കോടിയിലേറെ കളക്ഷൻ നേടിയത്. പഠാനും ജവാനുമായിരുന്നു ആ ചിത്രങ്ങൾ. അതായത് ബോളിവുഡിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല വർഷം SRKയുടെ 2023 മാറി. ജവാനും പഠാനും തൊട്ടുപുറകിലായി മറ്റു ചില ചിത്രങ്ങളും ഉണ്ടായിരുന്നു. അനിമൽ, ടൈഗർ 3, ഗദ്ദർ 2, ആദിപുരുഷ്, ഓ മൈ ഗോഡ് 2, അങ്ങനെ ചില മറ്റു ചിത്രങ്ങളും. ഷാറൂഖ് ഖാൻ്റെ 0 എന്ന ചിത്രം ഫ്ലോപ്പിന് ശേഷം തുടർ പരാജയങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴും പല വിവാദങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു വമ്പൻ തിരിച്ചുവരവായിരുന്നു. അതിൽ നിർത്തിയില്ല, വീണ്ടും ഒരു വമ്പൻ ഹിറ്റ് കൊടുത്തിരുന്നു. 4 വർഷം ഇടവേള എന്ന് പറയുമ്പോഴും ഷാറൂഖ് ഖാൻ മറ്റു പല താരങ്ങളുടെയും ചിത്രങ്ങളിൽ ഗസ്റ്റ് റോൾ അപ്പിയറൻസ് നടത്തിയിരുന്നു. പഠാൻ സിനിമയുടെ റിലീസിനു മുന്നേ പല വെല്ലുവിളികളും വിവാദങ്ങളും വിമർശനങ്ങളും ഭീഷണികളും ഉണ്ടായിരുന്നുവെങ്കിലും അഡ്വാൻസ് ബുക്കിംഗ് സഹിതം SRKയെ കാണാൻ ഹൗസ്ഫുൾ ടിക്കറ്റും എടുത്ത് ജനങ്ങൾ വന്നു. 1000 കോടിയും അടിച്ചു. ബോളിവുഡ് ആദ്യ ദിന റെക്കോർഡ് കളക്ഷനിൽ നിന്നിരുന്ന KGFനെ പിന്നിലാക്കി ആയിരുന്നു പഠാൻ്റെ ഫസ്റ്റ് ഡേ റെക്കോർഡ് കളക്ഷൻ. 1000 കോടി റെക്കോർഡ് ബോളിവുഡിൽ SRKയ്ക്ക് സ്വന്തം. പഠാൻ്റെ വിജയം ഷാറൂഖിൻ്റെ മാത്രം ആയിരുന്നില്ല, തിരിച്ചു പിടിച്ച ബോളിവുഡിൻ്റെ വിജയം കൂടിയായിരുന്നു. അവിടം കൊണ്ടും നിർത്തിയില്ല. തൊട്ടടുത്ത സിനിമ തമിഴ്നാട്ടിൽ നിന്നും അഡ്ലിയും ബോളിവുഡിൽ ചെന്ന് അനിരുദ്ധും നയൻതാരയും വിജയ് സേതുപതിയും പ്രിയാമണിയും ചേർന്നൊരു സിനിമ, അതെ ജവാൻ. അതും അടിച്ചു 1000 കോടിയിലേറെ. അടുത്തൊരു റെക്കോർഡും SRKയുടെ പല മുഖങ്ങളായിരുന്നു ജവാനിൽ അഡ്ലി അവതരിപ്പിച്ചത്. ഇന്ത്യ ഒട്ടാകെ നല്ല സ്വീകരണവും ജവാന് കിട്ടി. എൻ്റെ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. എൻ്റെ വീഡിയോയും ചാനലും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമോ ഇഷ്ടമോ ആയെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.